ഹലോ, ഗുഡ് മോർണിംഗ്. തേങ്ങയ്ക്ക് ക്ഷാമമായതുകൊണ്ട് ഇന്നത്തെ ദിവസം തേങ്ങ ഇടാണ്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ മത്തങ്ങയും വെള്ളരിക്കയും കൂടി ഒരു മോര് കറിയാണ് വെക്കുന്നത്. അപ്പോൾ അത് നന്നാക്കി കഴുകി വൃത്തിയാക്കി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് തൈര് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ചൂടിൽ കിടന്ന് അതങ്ങോട്ട് സെറ്റായിക്കോളും. ഇതിനിടയിൽ ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും നമുക്ക് ശ്രദ്ധിക്കണം. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ്? ആദ്യം വെള്ളത്തിൽ വെജിറ്റബിൾസ് എല്ലാം വേവിച്ചതിന് ശേഷമാണോ ഉപ്പുമാവിൻ്റെ പൊടി ഇടുന്നത്? അതോ ഉപ്പുമാവും ആ വെജിറ്റബിൾസും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണോ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത്? ഒന്ന് പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്നത് കടുക് പൊട്ടിച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് നല്ലതുപോലെ വാട്ടിയതിന് ശേഷം നമ്മുടെ ഉപ്പുമാവിൻ്റെ പൊടി ഇടും. എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിക്കുക. അത് വെള്ളവുമായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നാളികേരവും ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കും, ഒരു 2-3 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവിൻ്റെ ആ ഒരു ഇത് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ 1 ഗ്ലാസ് ഉപ്പുമാവിൻ്റെ പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് എടുക്കാറ്. നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് നെയ്യിൽ ഇതേപോലെ മോര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാച്ചുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നെയ്യിൽ കാച്ചാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പിൻ്റെ ഇല, ഉലുവ, കുറച്ച് ചെറിയ ജീരകം എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാത്ത ഒരു കറി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തേങ്ങ അരച്ച് ചേർക്കാതെ ഇതേപോലെ ഒരു മോര് കറി വെക്കുന്നത്. നമുക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ ഈ ഒരു മോര് കറി ഇരിക്കും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇന്ന് കഴിച്ചില്ലെങ്കിലും ഈ പറയുന്ന മാതിരി പിറ്റേ ദിവസത്തേക്ക് അതെനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നി. പിന്നെ അതിലൊരു തരി പഞ്ചസാര ഞാൻ ചേർത്തിരുന്നു, കാരണം ആ ഒരു പുളിയും ഉപ്പും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട്. പിന്നെ പപ്പടം വറുത്തെടുത്തു. അതുപോലെ തന്നെ പിള്ളേർക്ക് പ്രാവശ്യം വെണ്ടക്കായാണ് വറുത്ത് കൊടുക്കുന്നത്. അതും വറുത്ത് അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? ഉപ്പുമാവും പഞ്ചസാരയും പപ്പടം, പുട്ടും പഴവും പപ്പടം കൂടി കഴിക്കുന്ന ആ ഒരു കൂട്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.